Hello guys, welcome to yet another marathon on first unit of your business laws, IRF, Indian Regulatory Framework. It is a newly added chapter. ആ IRF chapter ഞാൻ മാരത്തോൺ രൂപത്തിലല്ല ചെയ്യാൻ പോകുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോലെ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് വിൽ കവർ ഓൾ ദി തിങ്സ് വിച്ച് ആർ ടോൾഡ് ഇൻ ദാറ്റ് ചാപ്റ്റർ. ഇങ്ങനെ പഠിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനാണ് ഏറ്റവും വലിയ ഇന്റൻഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. ഫസ്റ്റ് ഈ ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ്? ബേസിക്കലി ത്രീ തിങ്സ്: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ദീസ് ആർ ദ ത്രീ മെയിൻ ബോഡീസ് ഓഫ് ഇന്ത്യ. ലെജിസ്ലേറ്റീവ് ആണ് ലോ മേക്കേഴ്സ്, എക്സിക്യൂട്ടീവ് ആണ് ലോ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ജുഡീഷ്യറി ആണ് ലോ ഇന്റർപ്രറ്റേഴ്സ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു നിയമം ആരാ ഉണ്ടാക്കുന്നത്? നിയമം ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ആണ്. ഓക്കെ, ആ നിയമം ഫോളോ ചെയ്യുന്നുണ്ടോ പാലിക്കുന്നുണ്ടോ നോക്കുന്നത് പോലീസാണ്. അവരാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഹെൽമെറ്റ് വെക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നത് പോലീസാണ്. തേർഡ് ജുഡീഷ്യറി. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ പോകും, കോർട്ടിലോട്ട് പോകും. സോ ഈ മൂന്ന് സിസ്റ്റം ആണ്, മൂന്ന് ഓർഗാൻസ് ഓഫ് ദി നേഷൻ ആണ് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. സോ എക്സ്പ്ലെയിൻ ദി ത്രീ മേജർ ബോഡീസ് എന്ന് പറയുമ്പോൾ, ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ പാർലമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് ലോ ഉണ്ടാക്കാൻ പറ്റും, സ്റ്റേറ്റ് ഗവൺമെന്റിന് ലോ ഉണ്ടാക്കാൻ പറ്റും. കേരള പോലീസ് ആക്ട് ആരാ ഉണ്ടാക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ്. പക്ഷെ GST ഓർ ഇൻകം ടാക്സ് ആക്ട് ആരാ ഉണ്ടാക്കിയത്? സെൻട്രൽ ഗവൺമെന്റ്. പൊതുവെ ലോ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, there will be a draft of the law called as bill. What is bill? Bill is nothing but draft of act. ഈ ആക്ടിനെ ഡ്രാഫ്റ്റ് ആണ്. ഇത് എവിടെ പ്രസന്റ് ചെയ്യും? രാജ്യസഭയിലും ലോകസഭയിലും പ്രസന്റ് ചെയ്തിട്ട് അവരവിടെ കുറെ ഡിസ്കഷൻസ് വെച്ച് കറക്ഷൻസ് എല്ലാം ചേഞ്ച് ചെയ്ത് അൾട്ടിമേറ്റ്ലി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു പ്രസിഡന്റ് ആൻഡ് പ്രസിഡന്റ് ഹാസ് ടു ഗിവ് ഹിസ് അസെന്റ്, ദെൻ ദിസ് ബിൽ ബിക്കംസ് ആൻ ആക്ട്. നൗ ഇതേപോലെ ഇത് വന്ന് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ആക്ട് ആണ്. ഇതേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ആക്ട് ആണെങ്കിൽ നമുക്ക് നോക്കേണ്ടത്, it will be passed in state legislative assembly. For example, കേരള പോലീസ് ആക്ട് ആണെങ്കിൽ കേരള നിയമസഭാ മന്ദിരത്തിൽ പാസ്സാവുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് പാസ്സായത് ഗവർണർ സൈൻ ഇട്ടാൽ മാത്രമേ ആക്ട് ആവുള്ളൂ. സോ ഇതാണ് ലെജിസ്ലേറ്റീവ്. നോ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മിനിസ്ട്രീസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയർ, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഈ മൂന്ന് മിനിസ്ട്രീസിനെ കുറിച്ച് രണ്ട് ലൈൻ പഠിച്ചു വെക്കുക. ആൻഡ് യു ഹാവ് റെഗുലേറ്റേഴ്സ്. റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് പീപ്പിൾ ഹു റെഗുലേറ്റ് ദ ലോ. ബേസിക്കലി RBI, സെബി ആൻഡ് IBBI. ആരാണ് RBI, ആരാണ് സെബി, ആരാണ് IBBI പഠിക്കാം, ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് തേർഡ്ലി യു ഹാവ് ജുഡീഷ്യറി. ജുഡീഷ്യറി ഇസ് നത്തിങ് ബട്ട് കോർട്ട് സിസ്റ്റം. Now, so first question answer നിങ്ങൾക്ക് കിട്ടി. Second question answer, what is law? What are the sources of law? Very important. Law is nothing but code of conduct. Law is nothing but a combination of rules and regulation which every citizen of the nation has to follow. Now, what are the sources of law? Sources. ഏതിൽ നിന്നും law ഉണ്ടാക്കുന്നു? Answer. What are the sources of law? Basically, Parliament and Constitution. Constitution is said to be mother of all law. Constitution gives the power to both central and state government to prepare law. So even ആണ് മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. Now constitution gives power to central and also to state to make laws. Then you also have case laws. കേസ് ലോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഫേമസ് കോർട്ട് കേസസിന്റെ വെർഡിക്റ്റ് ആണ് കേസ് ലോ. കേസ് ലോനെ കോമൺ ലോ എന്ന് പറയാൻ പറ്റും. സോ കേസ് ലോ ക്യാൻ ബി യൂസ്ഡ് ആസ് എ റെഫറൻസ് ടു സ്റ്റഡി ദ ലോ. സോ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ലോ? ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ, കേസ് ലോസ്, പാർലമെന്റ്, ഇവരെല്ലാമാണ് ആര്? ബേസിക്കലി സോഴ്സസ് ഓഫ് ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇസ് എലാബറേറ്റ് ദ എൻറ്റയർ പ്രൊസീജിയർ ഓഫ് മേക്കിംഗ് ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സെപ്പറേറ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ലോ ഇൻ അവർ ലീഗൽ സിസ്റ്റം? നമുക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് ലോ ഉണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്രിമിനൽ ലോ, സിവിൽ ലോ, then you have common law, and then you have principle of natural justice. These are the four types of law. Civil law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സിവിലും ക്രിമിനലും എന്താ തമ്മിൽ വ്യത്യാസം? ക്രിമിനൽ ലോ എന്ന് പറഞ്ഞാൽ ദീസ് ആർ കവേർഡ് ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ഏറ്റവും വലിയ തെറ്റുകളാണ് ക്രിമിനൽ ലോ, ലൈക് കില്ലിംഗ്, കിഡ്നാപ്പിംഗ്, ഇല്ലീഗൽ ഡ്രഗ്സ്, സ്മഗ്ലിംഗ്, ഇതൊക്കെ അതിൽ വരും. ബട്ട് സിവിൽ ലോ ആണെങ്കിൽ ഡിസ്പ്യൂട്ട്സ്, നമ്മൾ തമ്മിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളെല്ലാമാണ് സിവിൽ ലോയിൽ വരുന്നത്. സിവിൽ ലോ ഇസ് ബീൻ ഡൺ ആസ് പെർ ഓർ ഇറ്റ് ഇസ് ബീൻ covered under civil law procedures, and criminal law is covered under criminal law procedures. ഈ പറയുന്ന കാര്യത്തിന്റെ എല്ലാം രണ്ടോ മൂന്നോ ലൈൻസ് പഠിച്ച് വെക്കുക. That's enough for this chapter, because this chapter, if you study properly, in 1 hour you can complete this chapter, and this will fetch you 6 marks in an exam. So വിടരുത് എന്നാണ് my humble opinion. Now you have common law. Common law എന്ന് പറഞ്ഞാൽ കേസ് ലോ ആണ്. കേസ് ലോനെ റെഫറൻസ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതിനെ വിളിക്കുന്നതാണ് doctrine of stare decisis. പറയാം വെയിറ്റ് ചെയ്യാം. What is meant by doctrine of stare decisis? അതായത് സുപ്രീം കോർട്ട് ഇറക്കിയ വെർഡിക്റ്റ് ഇല്ലേ, അത് ഞാനിപ്പോ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേസിൽ നടന്ന സംഭവവും ഓൾറെഡി നടന്നു കഴിഞ്ഞ കേസിന്റെ വെർഡിക്റ്റ് എന്ന ജഡ്ജ്മെന്റും സെയിം ആണ്. ബിക്കോസ് എന്റെ കേസ്, ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ സംഭവങ്ങളും ഓൾറെഡി നടന്നു കഴിഞ്ഞ കേസിന്റെ സംഭവങ്ങളും ഒന്നാണ്. സോ നമുക്ക് ആ കോമൺ കേസ് ലോണ് തന്നെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് കോർട്ടിൽ പ്രസന്റ് ചെയ്ത് നമുക്ക് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്.
So that is called stare decisis, means you can use the existing court case judgment in order to determine the present or current court case. Now next you have audi and ulterium partem, very important rule, just called rule of principle of natural justice. എപ്പോഴും നമ്മൾ fair dealings കൊടുക്കണം. ഇപ്പൊ ചിലപ്പോ സംടൈംസ് ഈ നമ്മൾ എന്താ പറയാ ഈ രണ്ട് പാർട്ടിനെ ഹിയർ ചെയ്യണം ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൽ പറയുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നതാണ്. Please look through this doctrine also. Next, who enforces law in the country? Briefly explains. Answer: ministries ഉണ്ട്, regulators ഉണ്ട്. Ministry of Finance, Ministry of Finance, Ministry of Income ഉണ്ട്, Expense ഉണ്ട്, Foreign Trade ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. Ministry of Corporate Affairs ഉണ്ട്, അത് കമ്പനി ആൻഡ് LLP റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സംഭവമാണ്. And Ministry of Law and Justice ഉണ്ട്. Law and Justice is to maintain law and order in the country. And you have regulators. RBI ആരാണ്? Who controls the bank, who controls the credit and monetary policy in the nation. End line പഠിച്ചു വെക്കുക. SEBI is the person who controls the stock exchange and listed companies. Next you have IBBI. IBBI എന്ന് പറഞ്ഞാൽ Insolvency Bankruptcy Board of India. അതായത് ആർക്കെങ്കിലും ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലെ അവർ പ്രൊഫഷണൽസ് ആണ്. അവരാണ് ഇൻസോൾവൻസി ആവുമ്പോ വന്ന് നമ്മളുടെ അസറ്റ്സിനെ ഒക്കെ സെറ്റ് ചെയ്ത് ലയബിലിറ്റി മീറ്റ് ചെയ്ത് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. IBBA ബോർഡാണ് അത്. ഓക്കെ, നൗ അതിനെ കുറിച്ച് ഇൻഡെപ്ത് നമ്മൾ ഫൈനൽ പഠിക്കും. ഇപ്പൊ ബേസിക്കലി മനസ്സിലാക്കി വെക്കുക, ആരെങ്കിലും ഇൻസോൾവെന്റ് ആയ IBBAയിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. Explain briefly some important regulators. ഇപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളൂ. Now what is meant by judicial system? Judicial system is nothing but court system. There is a court hierarchy ഉണ്ട്. Hierarchy ഇവിടെ ചോദിച്ചിട്ടുണ്ട്. What is the function of judicial system? They mainly resolve the dispute. They bring peace in the country. They uphold the justice in the country. അതാണ് main functions of judicial system. Exam ചോദിക്കാൻ ചാൻസ് ഉണ്ട്. And what is the hierarchy എന്ന് പറയുമ്പോൾ high level you have Supreme Court, followed by High Court, followed by Civil Court, followed by മെട്രോപൊളിറ്റൻ കോർട്സ്. ഈ കോർട്ടിനെ കുറിച്ച് രണ്ട് ലൈൻ പഠിച്ചു വെക്കുക. സോ ഇത്ര ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ ഓവറോൾ നോക്കിക്കൊണ്ട് പോയ IRF തീർന്നു. IRF പഠിച്ചു തീർക്കാൻ just 145 to 1 hour. Don't leave this chapter because this chapter will fetch you 6 marks. Hope this kutti question discussion was very helpful to you. Thank you guys. This is CA Sheshadri signing off. Thank you.